കൊച്ചി തിരുവാങ്കുളത്ത് 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ച പ്രതിക്ക് നേരെ ജനരോഷമുണ്ടായി. പ്രതി ആക്രമിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് തടഞ്ഞു. തെളിവെടുപ്പ് 5 മിനിറ്റിൽ പൂർത്തിയാക്കി പോലീസിന് മടങ്ങേണ്ടി വന്നു. നവമി വിവരങ്ങൾ നൽകും. അതിനു മുൻപ് ആ ദൃശ്യങ്ങളിലേക്ക്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, രക്ഷാകർത്താവ് ആകേണ്ട ആളാണ് ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചത്. നാട്ടുകാരുടെ ഈ പ്രതികരണം സ്വാഭാവികവുമാണ്. പോലീസ് എത്രത്തോളം പാടുപെട്ടു? ശ്രീജ, പുത്തൻകുരിശ് മറ്റക്കുഴിയിലെ വീട്ടിൽ പ്രതിയുമായി അന്വേഷണ സംഘം എത്തി തെളിവെടുപ്പ് നടക്കുന്നതിനു വേണ്ടി എത്തിയപ്പോഴായിരുന്നു ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിക്ക് നേരെ അക്രമാസക്തരായത്. പോലീസ് ഒരു വിധത്തിലാണ് പ്രതിയുമായി വീട്ടിലേക്കുള്ളിലേക്ക് കയറിയത്. പക്ഷേ ഈ ജനരോക്ഷം കഴിയാത്തതോടെ, പ്രതിഷേധം ശക്തമായതോടെ 5 മിനിറ്റിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് പ്രതിയുമായി തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. എന്തിനാണ് പ്രതിയുടെ മുഖം മറയ്ക്കുന്നത്, എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഈ പ്രതിക്ക് നേരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കിയത്. ഈ തെളിവെടുപ്പിന്റെ സമയത്ത് കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രതിയുടെ മറ്റൊരു സഹോദരൻ സംഭവ സ്ഥലത്ത് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് തെളിവെടുപ്പിന് എത്തിയപ്പോൾ കണ്ടത്. 3 ജീപ്പിലായിട്ടാണ് പോലീസ് എത്തിയിരുന്നത്. അതിൽ ഒന്നിലായിരുന്നു പ്രതിയുമായി എത്തിയത്. വലിയ പോലീസ് സന്നാഹത്തിൽ ഒടുവിൽ തന്നെയാണ് ഈ ഒരു തെളിവെടുപ്പും പൂർത്തിയാക്കി വേഗത്തിൽ പോലീസ് മടങ്ങിയത്. ഇത് പൂർണ്ണമായും തെളിവെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ജനങ്ങൾ അത്രയേറെ രോക്ഷാകുലരായിരുന്നു. അത്ര വലിയ പ്രതിഷേധമായിരുന്നു പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്. പ്രതിയെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മയ്ക്ക് നേരെയും സമാനമായ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് വലിയ സുരക്ഷയിൽ തന്നെയാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയത്. എന്തായാലും നാളെ ആയിരിക്കും പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ കുഞ്ഞിനെ പീഡിപ്പിച്ച വിവരം അമ്മ അറിഞ്ഞിരുന്നില്ല എന്ന പ്രതിയുടെ മൊഴി അതിപ്പോഴും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എത്ര നാളായി ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ബാക്കിയാകുന്നുണ്ട്. നാളെയാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുക. ഇനി എന്തായാലും അമ്മയുമായി ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ വ്യക്തമായിട്ടറിയാം, അമ്മയും പറയുന്നത് കുട്ടിയുടെ പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ്. ഈ 2 പ്രതികളും പറയുന്നത് സത്യമാണോ എന്ന് പോലീസിന് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും നാളെ ഉണ്ടാകുക. എന്തായാലും ഇന്ന് പ്രതിയുമായി 3 മണിയോടടുപ്പിച്ച് പ്രതിയുമായി എത്തിയെങ്കിലും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുമായി മടങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു പോലീസിനുണ്ടായത്. ശ്രീജ, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തിരുവാങ്കുളത്ത് കുഞ്ഞിനെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെയും കൊണ്ടാണ് ഇന്ന് പോലീസ് തെളിവെടുപ്പിന് വീട്ടിലെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ജനരോഷമാണ് പ്രതിക്ക് നേരെ ഉണ്ടായത്. പോലീസ് ഒരു വിധത്തിലാണ് അവിടെ നിന്ന് ഇയാളെയും കൊണ്ട് മടങ്ങിയത്.